ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിന്റെ കല്യാണം മുടങ്ങി രാജപ്പന്റെ വായിന്ന് നല്ല വർത്താനവും കേട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് 17 ലക്ഷം രൂപ നീ പലിശയും പലിശയുടെ പലിശ ഒന്നും തന്നെ തരണ്ട, എന്റെ 17 ലക്ഷം രൂപ മാത്രം നീ തന്നാൽ മതി എന്ന് പറയുമ്പോൾ പ്രകാശിനെ കൊടുക്കാൻ വേറെ നിവർത്തിയില്ല. അങ്ങനെ രാജപ്പനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇയാളിങ്ങനെ പൈസ വാങ്ങിയിട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന് വിക്രമാണെങ്കിൽ പറയണ്ട്, അച്ഛൻ തന്നെയാ മന്ദബുദ്ധി, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് 6 മാസം അവിടെ പട്ടി പോലെ പോയി പണിയെടുത്ത് ശമ്പളം മേടിക്കാൻ അച്ഛനടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാണ് ഇടയ്ക്ക് ഇങ്ങനെ പൈസ മേടിക്കാന്ന്. അപ്പൊ അച്ഛൻ എന്താ പറയുക, ഷെയർ കിട്ടും ചോദിക്കേണ്ടാന്ന്. ഇപ്പൊ എന്തായി, ഷെയറും കിട്ടില്ല ഒന്നും കിട്ടില്ല, എല്ലാത്തിനും കാരണം നിങ്ങളാണ്. ജീവിതം തന്നെ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ട് മുമ്പത്തെ പോലെ കട്ടും മോഷ്ടിച്ചും ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. എടാ മക്കളെ, നീ എന്തൊക്കെയാണ് പറയണത്? അങ്ങനെ കട്ടും മോഷ്ടിക്കാനോടാണ് ഞാൻ നിന്നെ വളർത്തിയത്. ഇങ്ങനത്തെ ഒരു അച്ഛൻ ഉണ്ടാവേനേക്കാൾ നല്ലത് ഇല്ലാതെ ഇരിക്കണതാണ്. എനിക്ക് നിങ്ങളെ കാണണ്ടേ? ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുവാണ് മനുഷ്യൻ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനത്തെ ഒരു അച്ഛൻ. നിങ്ങൾക്ക് പോയി ചത്തൂടെ? നിങ്ങളെക്കാൾ നല്ലത് ആ അമ്മ തന്നെയാണെന്ന് തോന്നുന്നു, ആ കല്യാണിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പൂച്ചത്തോടു കൂടി തന്നെ പോകാട്ടോ. അത് കഴിയുമ്പോൾ പ്രകാശനൊക്കെ തകർന്നു പോകണം, താൻ ഇത്രയും നാൾ വളർത്തി വലുതാക്കി തന്റെ മോൻ തന്നെ ഇട്ടേച്ചു പോയല്ലോ എന്നാലോചിച്ചിട്ട് അമ്മ പറയണ്ട്, എടാ പ്രകാശ, അവസാനം അവനും നമ്മളെ കൈ ഒഴിഞ്ഞില്ലടാ. ആ കിരണും കല്യാണിയൊക്കെ എപ്പോഴും പറയാറുണ്ട്, ആപത്ത് സമയത്ത് വിക്രം നമ്മുടെ കൂടെ നിൽക്കില്ല, അവൻ നമ്മളെ ഉപേക്ഷിച്ച് പോകുമെന്ന്. അവർ പറഞ്ഞതൊക്കെ സത്യമല്ലാടാ, അവർ നമ്മളെ ഉപേക്ഷിച്ച് പോയല്ലാടാ എന്ന് പറയാണ്. അതേമ്മേ, നമുക്കിനി നമ്മൾ മാത്രമേ ഉള്ളൂ. അമ്മേ, എന്തൊക്കെ വന്നാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവിടെ പ്രകാശ, പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? ഈ വയസ്സായി ഞാൻ എന്ത് ചെയ്യാനാടാ? ഇനിയിപ്പോൾ നിനക്ക് എവിടെയും ജോലി കിട്ടൂല, ഒന്നുമില്ല, നിനക്കിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ മറ്റുള്ളവർ നാണം കിടക്കാന്നുള്ളത് നമുക്ക് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് തന്നെ പോവാടാ. അമ്മേ, തമിഴ്നാട്ടിൽ പോകാനുള്ള വണ്ടി പൈസ പോലും എൻ്റെ കയ്യിലില്ല. മാത്രമല്ല നമുക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും രാജപ്പൻ സമ്മതിക്കില്ല. അയാളെ 17 ലക്ഷം രൂപ കൊടുക്കാണ്ട് അയാൾ സമ്മതിക്കില്ല അമ്മേ, ഇവിടുന്ന് എവിടെയും പോകാനായിട്ട് സമ്മതിക്കില്ല, നമ്മുടെ ജീവൻ തൊലഞ്ഞു അമ്മേ എന്നൊക്കെ പ്രകാശം പറയാട്ടോ. എന്നാലും പ്രകാശിനും അമ്മൂമ്മയും പൊട്ടിക്കരയാവുന്ന രംഗങ്ങളാണ് നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.